അപ്പോൾ ഹിക്മത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് എന്ത് കുറഞ്ഞാലും ഒരു പ്രശ്നമല്ല. ശാരീരികമായി ഉപരിപ്ലവമായി എന്ത് കുറഞ്ഞാലും എന്തില്ല ഒരു നഷ്ടമല്ല, ഒരു പ്രശ്നമല്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഹിക്മത്തുണ്ട്. ലുക്മാൻ എന്നവരോട് ചോദിക്കുന്നുണ്ട്. നോക്കിയേ, അദ്ദേഹം അഫ്തസാണ്, ചപ്പിയ മൂക്കാണ്. പിന്നെ അലീം ഷഫത്തൈനാണ്, ചുണ്ടുകൾ. അദ്ദേഹത്തിൻ്റെ അതരങ്ങളുടെ പ്രത്യേകത ഇതാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ അക്ബഹ വജ്ഹക് എന്ന്. മാ അക്ബഹ വജ്ഹക് എന്താ അതിനർത്ഥം? നിങ്ങളുടെ മുഖം എത്ര വിരൂപമാണ്, നിങ്ങളുടെ മുഖം എത്ര വിരൂപമാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അദ്ദേഹം ഹിക്മത്തുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത് ഒരേ സമയം അദ്ദേഹത്തിൻ്റെ ഹൽക്കും ഒരേ സമയം അദ്ദേഹത്തിൻ്റെ ഹുൽക്കും വായിക്കാനുള്ളതാണ് ഈ ചരിത്രം. മാ അക്ബഹ വജ്ഹക്, അങ്ങയുടെ മുഖം എത്ര വിരൂപം എന്ന് പറഞ്ഞപ്പോൾ ലുക്മാൻ അദ്ദേഹത്തോട് പ്രതികരിച്ചത് തഈബു അലൻ നഖ്ഷ് അം അലൻ നഖാശ് എന്നാണ്. തഈബു ചോദ്യമാണ്. തഈബു അലൻ നഖ്ഷ് അം അലൻ നഖാശ് എന്നാണ്. അതിനർത്ഥം നഖ്ഷ് എന്താ? നഖ്ഷ് ശരിക്കും കൊത്തുപണിക്കാണ് പറയാം. ഇപ്പോൾ നമ്മളൊരു കൊത്തുപണി ചെയ്യൂലേ, അതിനാണ് പറയാം അല്ലേ. ഇത് കൊത്തുപണിയല്ലേ. ഇതിൽ കണ്ണ് വെച്ചു, കാത് വെച്ചു, പിന്നെ കാതല്ലേ മൂക്ക് വെച്ചു, കാത് വെച്ചു അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ എന്തൊക്കെ ചുണ്ടുകളുണ്ട്, പല്ലുകളുണ്ട്, നാവുണ്ട്. അതേപോലെ തന്നെ എത്ര പിന്നെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് സൃഷ്ടിച്ചതല്ലേ. ഏത് നഖ്ഷ്? ഈ നഖ്ഷിനെയാണോ നീ കുറ്റപ്പെടുന്നത്, അതല്ല നക്കാശിനെയാണോ? നക്കാശ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊത്തുപണി ചെയ്യുന്ന ആള്. അതാരാ? അള്ളാഹുവാണ്. അതാണ് ചോദിച്ചത്. നഖ്ഷിനെയാണോ നീ കുറ്റപ്പെടുന്നത്, അതല്ല നക്കാശിനെയാണോ എന്ന് ചോദിച്ചു എന്നാണ്. അതാണ് അയാൾ ഉത്തരം മുട്ടിച്ചു എന്നുള്ളതാണ്. അതെല്ലാവരോടും നമുക്ക് ചോദിക്കാവുന്ന ഒരു വിഷയമാണ്. ചിലപ്പോൾ ചിലരുടെ കളറിൻ്റെ പേരിൽ ചിലർ ആക്ഷേപിക്കും, ചിലരുടെ ഉയരത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കും, ചിലരുടെ പിന്നെ ശാരീരികമായിട്ടുള്ള ചില ഉപരിപ്ലവ ഘടനയെയും അതേപോലെ തന്നെ അവസ്ഥയെയും ചിലർ എന്തെയും ആക്ഷേപിക്കും, അല്ലെങ്കിൽ അതിൽ പരിഹസിക്കും, കുറ്റപ്പെടുത്തും. അപ്പോൾ അവർ ശരിക്ക് കുറ്റപ്പെടുത്താൻ ആരെയാണ്? ഈ നിറം നൽകിയ, ഈ ഘടന നൽകിയ, ഈ രൂപം നൽകിയ റബ്ബിനെയാണ്. അത് ചോദിച്ചു എന്നാണ്. നഖ്ഷിനെയാണോ നീ ആക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ നക്കാശിനെയാണോ എന്ന് ചോദിച്ചു എന്നാണ് ലുക്മാൻ അലൈഹിസ്സലാം.